അപ്പോൾ പുതിയ കാലം പുതിയ രീതികൾ ഇക്കാലം സൃഷ്ടിച്ച വരുമാന മാർഗ്ഗങ്ങളാണ് സ്ട്രീമിങ്ങും ഗെയിമിങ്ങും എല്ലാം. നിയമപരമായ വരുമാന മാർഗ്ഗം തന്നെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് സമ്പാദിക്കാനാകുമെന്നതാണ് അതിൻ്റെ ആകർഷണീയത. 4 ചുമരുകൾക്കുള്ളിലിരുന്ന് കമ്പ്യൂട്ടറും ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ തുറക്കപ്പെടുന്ന വലിയ ലോകമെന്ന പ്രതീതി യാഥാർത്ഥ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തൊപ്പിയും സായി പോപ്പിയും എല്ലാം ഉണ്ടാക്കുന്ന സംഖ്യയുടെ വലുപ്പമാണ് കുട്ടികളെ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ അവരിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം. സ്ട്രീമിംഗ് ചെയ്യുന്നതും പണമുണ്ടാക്കുന്നതൊന്നും വലിയ തെറ്റാണ് എന്ന് തൽക്കാലം പറയാൻ കഴിയില്ല. നിയമവിരുദ്ധമൊന്നുമല്ലോ. കമ്മ്യൂണിറ്റി, ആർമി എന്ന് തുടങ്ങി പേരുകളിലൊക്കെ ഈ സംഘത്തിലേക്ക് വന്നു കൂടുന്നതിലേറെയും കുട്ടികളാണ്. ടീനേജർമാർ, ജൻ ആൽഫകളൊക്കെ. അവർക്ക് ലോകത്ത് നടക്കുന്ന മറ്റൊന്നിലും, അതായത് സമൂഹം, ജീവിതം, ബന്ധങ്ങൾ അങ്ങനെയൊന്നിലും താല്പര്യമില്ലാതെയൊക്കെ വന്നാൽ തൽക്കാലം നമ്മൾ ഭയക്കുകയും ചെയ്യണം. പഠിക്കുന്നതോ അറിവ് നേടുന്നതോ ഒന്നും വലിയ കാര്യമല്ലെന്നൊരു മനോഭാവം സ്ട്രീമർമാരെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കരുതലുണ്ടാവണം. എല്ലാവർക്കും തൊപ്പിയോ ഒന്നും ആകാൻ പറ്റില്ല എന്നുള്ളത് കരുതണം.